കഴിഞ്ഞ 2 ദിവസമായി ശശി തരൂരിനെ കേന്ദ്രീകരിച്ചാണ് നവമാധ്യമങ്ങളും ചില മാധ്യമങ്ങളും ഒക്കെ വാർത്തകൾ പടച്ചുവിടുന്നത്. നമുക്കറിയാം, ശശി തരൂർ ദുബായിലാണ്. ആ ദുബായ് സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഈ വാർത്തകളെല്ലാം വരുന്നത്. ശശി തരൂർ ഇടതുമുന്നണിക്കൊപ്പം പോകുമോ, അത് CPM-ൽ ചേരുമോ എന്നൊക്കെയുള്ള വാർത്തകളും ആശങ്കകളും ഒക്കെയാണ് പലരും പങ്കുവച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ശശി തരൂരിന്റെ പ്രസക്തി? ഈ ശശി തരൂരിനെ കേന്ദ്രീകരിച്ച് എന്തിനാണ് ഇങ്ങനെ നവമാധ്യമങ്ങളും മറ്റാളുകളും ഒക്കെ ഇല്ലാത്തതും ഉള്ളതുമായ വാർത്തകളൊക്കെ പങ്കുവയ്ക്കുന്നത്? കൂടുതലും ഗോസിപ്പുകളാണ്. ഒരു സമയത്ത് ശശി തരൂർ BJP-യിലേക്കെന്നും പറഞ്ഞ് കുറെ വാർത്തകളൊക്കെ ഇറങ്ങിയിരുന്നു. അഭ്യൂഹങ്ങളും ആശങ്കകളും ഒക്കെ പലരും പങ്കുവച്ചിരുന്നു. പക്ഷെ ഇപ്പം അതല്ല. ഇപ്പം ഇടതുപക്ഷ മുന്നണിയിലേക്ക് അല്ലെങ്കിൽ CPM-ലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകളും അഭ്യൂഹങ്ങളുമാണ്, ഗോസിപ്പുകളുമാണ് പടച്ചുവിടുന്നത്. ഈ ശശി തരൂർ ആരാ? ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്നുള്ള കോൺഗ്രസിന്റെ UDF-ന്റെ ഒരു MP ആണ്. അതിൽ കവിഞ്ഞ് ശശി തരൂർ ഇപ്പോൾ ആരാണ്? അദ്ദേഹം ഒരു കാലത്ത് വലിയൊരു മനുഷ്യനായിരുന്നു. UN സെക്രട്ടറിയൊക്കെ ആയിരുന്നു. ഒക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വെറും ഒരു MP മാത്രമാണ്. ഈ തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞ 15 വർഷമായി അദ്ദേഹം പാർലമെന്റ് അംഗമാണ്. ഈ 15 വർഷത്തിനുള്ളിൽ ഇദ്ദേഹം എന്ത് കാര്യങ്ങളാണ് തിരുവനന്തപുരത്തിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ളത്? തിരുവനന്തപുരത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അദ്ദേഹം എന്താണ് കോൺഗ്രസ് പാർട്ടിക്ക്, അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി എന്ത് സംഭാവന അദ്ദേഹം ചെയ്തിട്ടുണ്ട്? ഇത് ഞാൻ ചോദിക്കുന്നതല്ല, ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ചോദിക്കുന്ന ചോദ്യമാണ്. ശശി തരൂർ കോൺഗ്രസ് വിട്ടാൽ അദ്ദേഹത്തിനോടൊപ്പം പോകാൻ ഒരു കോൺഗ്രസ് പ്രവർത്തകനും കാണത്തില്ല. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിലിരിക്കുന്ന സ്റ്റാഫ് വല്ലതും പോകുമായിരിക്കാം. അല്ലാതെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പോലും അദ്ദേഹത്തിനൊപ്പം കാണത്തില്ല. അദ്ദേഹത്തിന് കൂടെ കൂട്ടാൻ ആരുമില്ല. ഒരു മനുഷ്യർ പോലും കാണത്തില്ല. കാരണം കോൺഗ്രസ് പാർട്ടിയിൽ അത്രയും സ്വാധീനമേ, പ്രവർത്തകർക്കിടയിൽ അത്രയും സ്വാധീനമേ അദ്ദേഹത്തിനുള്ളൂ. എന്ന് ചോദിക്കും, അദ്ദേഹം എങ്ങനെയാണ് ഇവിടെ ജയിക്കുന്നതെന്ന്. അദ്ദേഹം ജയിക്കും. ഇത് കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലമാണ്. അദ്ദേഹമല്ല ആര് നിന്നാലും, കോൺഗ്രസിന്റെ ലെവലിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ആര് നിന്നാലും ഇവിടെ ജയിക്കും. പണ്ടും ജയിച്ചിട്ടുണ്ട്. പ്രഗത്ഭരായ നേതാക്കന്മാരുടെ നിന്നും ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശശി തരൂർ കോൺഗ്രസ് വിട്ടുപോയാൽ, പാർട്ടി വിട്ടുപോയാൽ, അദ്ദേഹം ഇടതുമുന്നണിയിലോ അല്ലെങ്കിൽ BJP-യിലോ എവിടെ പോയാലും അദ്ദേഹവും അദ്ദേഹത്തിന്റെ നിഴലും മാത്രമേ കാണൂ. അല്ലാതെ മറ്റൊരു പ്രവർത്തകരും കാണത്തില്ല. അല്ലെങ്കിൽ അദ്ദേഹം ഒന്ന് പറയട്ടെ, ഞാൻ കോൺഗ്രസ് പാർട്ടിക്ക് ചെയ്തിട്ടുള്ള സംഭാവനകൾ ഇന്നതൊക്കെയാണ്, എന്നെ കണ്ടുകൊണ്ട് ഒരുപാട് പ്രവർത്തകർ മറ്റു പാർട്ടികളിൽ നിന്നും അല്ലെങ്കിൽ പുതുതായി കുറെ പ്രവർത്തകർ, നേതാക്കന്മാരും ഒക്കെ പാർട്ടിയിലേക്ക് വന്നു എന്ന് അദ്ദേഹം ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. പിന്നെ അദ്ദേഹം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അതൊരു ചോദ്യമാണ്, ചോദ്യചിഹ്നമാണ്. അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട്, അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി അദ്ദേഹം 15 വർഷമായി ഈ തിരുവനന്തപുരത്തെ പ്രതിനിധീകരിക്കുന്ന MP എന്നുള്ള നിലയിൽ അദ്ദേഹം എന്ത് വികസന പ്രവർത്തനത്തിനാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്? എന്ത് പദ്ധതികൾ ഇവിടെ പൂർത്തീകരിച്ചു? ഒരു സാധാരണപ്പെട്ട ഒരു പാർലമെന്റ് അംഗം അല്ലെങ്കിൽ ഒരു MP പോലും പല കാര്യങ്ങളും നടത്തും, പല കാര്യങ്ങളും ചെയ്യും. യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഒരു ലോക പരാജയമാണ്. വലിയ ഭരണാധികാരിയാണെന്നൊക്കെ കൊട്ടിഘോഷിക്കാം, പറഞ്ഞു വെക്കാം, നമുക്ക് എഴുതി വെക്കാം. പക്ഷേ അദ്ദേഹം ഒരു ലോക പരാജയമാണെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പോലും പറയുന്നത്.
പാർട്ടിക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല ഇദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ടിട്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പാർട്ടി ഇദ്ദേഹത്തെ സൈഡാക്കുന്നത്. ചുമ്മാതല്ല. ചുമ്മാതാരെങ്കിലും പാർട്ടിയും പാർട്ടി പ്രവർത്തകരും ഒക്കെ സൈഡാക്കും ഒരാളിനെ, അത് ഒരു പാർലമെന്റ് അംഗത്തെ? ഒരിക്കലുമില്ല. പക്ഷേ ഇദ്ദേഹത്തെ സൈഡാക്കുന്നത് ഇദ്ദേഹം ഭൂലോക പരാജയമായതുകൊണ്ടാണ്. പാർട്ടിയിലും അതുപോലെ മണ്ഡലത്തിലും അതുപോലെ ലോക്സഭയിലും വികസനത്തിന്റെ കാര്യത്തിൽ ഇദ്ദേഹം ഒരു ചുക്കും ചെയ്തിട്ടില്ലെന്നാണ് പ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നത്. പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് പ്രവർത്തകർ പറയുന്നത്. ഇതിൽ കൂടുതൽ എന്ത് വേണം? ഈ സാക്ഷ്യങ്ങൾ മാത്രം മതി ഇദ്ദേഹത്തെ സൈഡാക്കാൻ. ഇദ്ദേഹം CPM-ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലോ അല്ലെങ്കിൽ BJP-യിലോ NDA-യിലോ അല്ലെങ്കിൽ പ്രത്യേകം പാർട്ടി രൂപീകരിച്ചോ എങ്ങനെ വേണേലും പൊയ്ക്കോട്ടെ എന്നാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ മാത്രമല്ല സാധാരണ പ്രവർത്തകർ പോലും പങ്കുവയ്ക്കുന്നത്. ഇതാണ് വിശ്വപുരുഷൻ ശശി തരൂർ.